വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ തർക്കമുണ്ടായാൽ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി ഒരു പിണക്കമുണ്ടായാൽ, ആ ദിവസം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് രുചിയുണ്ടാകുമോ? ഇല്ല അല്ലേ? നമ്മൾ നോമ്പ് നോൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു. എന്നാൽ കൂടെയുള്ളവരോട് ഒന്ന് ചിരിക്കാനോ അവരെ ചേർത്ത് നിർത്താനോ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഈ നോമ്പ് വെറും ഡയറ്റിംഗ് ആയി പോകില്ലേ? സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ നോമ്പുകാല ചിന്ത ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുക എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള ദൈവവാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുവിൻ. നോമ്പുകാലത്ത് ഈ ദൈവവചനം എന്തുമാത്രം പ്രസക്തമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ് പലപ്പോഴും ഐക്യം തകർക്കുന്നത്. നോമ്പെന്നാൽ ആഹാരം ഉപേക്ഷിക്കുക മാത്രമല്ല, പകരം നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തെ, ആ അഹങ്കാരത്തെ ഉപേക്ഷിക്കുക കൂടിയാണ് ചെയ്യേണ്ടത്. വിനയവും സൗമ്യതയോടും കൂടെ എതിർക്കുന്നവരോട് പോലും ശാന്തമായി മറുപടി പറയാൻ നോമ്പ് കാലം നമ്മെ ശീലിപ്പിക്കണം. ക്ഷമയോടെ മറ്റുള്ളവരുടെ കുറവുകളെ സ്നേഹത്തോടെ സഹിക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ഐക്യം ജനിക്കുന്നു. നമുക്കൊരു ശരീരവും ഒരാത്മാവും ഒരു വിശ്വാസവുമേ ഉള്ളൂ എന്ന ആ ബോധ്യം നമ്മെ തമ്മിൽ അടുപ്പിക്കുകയാണ് വേണ്ടത്. ഈ നോമ്പ് കാലത്ത് നമുക്കൊരു തീരുമാനമെടുത്താലോ? ഇന്ന് നമ്മൾ മനഃപൂർവ്വം ഒരാളെ ഫോൺ ചെയ്യുന്നു, ആരോടെങ്കിലും ക്ഷമിക്കുന്നു എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കേണ്ടടുത്ത് നമുക്ക് സമാധാനത്തോടെ പെരുമാറാൻ ശ്രമിക്കാം. ഓർക്കുക, സമാധാനം സ്ഥാപിക്കുന്നവരാണ് ദൈവപുത്രന്മാർ എന്ന് ക്രിസ്തു പഠിപ്പിച്ചത് നമ്മൾ മറക്കാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ നോമ്പുകാലത്ത് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സമാധാനത്തിൻ്റെ ദൂതന്മാരാക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും നീക്കി അങ്ങയുടെ ആത്മാവ് നൽകുന്ന ഐക്യത്തിൽ ഒന്നായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സമാധാനത്തിൻ്റെ രാജാവായ മിശിഹ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.